1 കോടി രൂപ വിലമതിക്കുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി 2 പേർ കൊട്ടിയം പോലീസിന്റെ പിടിയിലായി. കുടിവെള്ള കുപ്പിയുടെ മറവിൽ 225 ചാക്ക് കെട്ടുകളിൽ ഒളിപ്പിച്ച നിലയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. മലപ്പുറത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ലോറിയിൽ കുടിവെള്ള കുപ്പിയുടെ മറവിൽ 225 ചാക്ക് കെട്ടുകളിൽ ഒളിപ്പിച്ച നിലയിൽ കടത്തുകയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത്. കർണാടക മംഗലപുരം സ്വദേശി സവാദ്, മലപ്പുറം സ്വദേശി അമീർ എന്നിവരാണ് പിടിയിലായത്. കൊല്ലം സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ചാത്തന്നൂർ ACP അലക്സാണ്ടർ തങ്കച്ചന്റെ നേതൃത്വത്തിൽ കൊട്ടിയം ഇൻസ്പെക്ടർ P പ്രദീപ്, ചാത്തന്നൂർ ഇൻസ്പെക്ടർ അനൂപ്, SI നിതിൻ നളൻ, ഡാൻസ് ഓഫ് ടീം അംഗങ്ങൾ തുടങ്ങിയവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്. മികച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഡാൻസ് ഓഫ് ടീമും കൊട്ടിയം CI പ്രദീപ്, ചാത്തന്നൂർ CI അനൂപ്, കൊട്ടിയം SI നിതിൻ, ഡാൻസ് ഓഫ് SI സായി സേനനും ഡാൻസ് ഓഫ് ടീമും ഉൾപ്പെടെയുള്ളവർ നടത്തിയ ഒരു സ്പെഷ്യൽ ഡ്രൈവിൽ ഇന്ന് വെളുപ്പിന് 5 മണിയോടുകൂടി ഈ ലോറിയും 225 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളും പിടിച്ചെടുത്തിട്ടുണ്ട്. അതിന് മാർക്കറ്റിൽ 2 കോടിക്കടുത്ത് വില വരുമെന്നാണ് അനുമാനിക്കുന്നത്. അത് കൊല്ലം, തിരുവനന്തപുരം ഏരിയയിലെ സ്കൂൾ കുട്ടികളെയും സ്കൂൾ പരിസരവും പിന്നെ അന്യസംസ്ഥാന തൊഴിലാളികൾ ഇവർക്ക് വേണ്ടി കടത്തിക്കൊണ്ടുവന്നതാണ്. ഇതിൽ 2 പ്രതികൾ അറസ്റ്റിലായിട്ടുണ്ട്. മംഗലപുരം സ്വദേശി സവാദും മലപ്പുറം സ്വദേശി അമീറും. വൈദ്യപരിശോധനയ്ക്ക് ശേഷം പ്രതികളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.